ഹലോ മച്ചാമാരെ, ഒബി ഹിയർ ആൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. രാവിലെ തന്നെ നല്ല ഉറക്ക ക്ഷീണത്തിലിരിക്കുകയാണ്. ഇന്നത്തെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നൊരു ചെറിയ യാത്ര പോവുകയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് പോലെ തന്നെയാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ആദിക്കത് വേണ്ട. നമ്മുടെ വീടിനടുത്ത് തന്നെ ഉള്ള എൻ്റെ സ്ഥലം കൊല്ലത്താണ് എൻ്റെ സ്ഥലം. അപ്പോൾ കൊല്ലത്ത് തന്നെ ഉള്ള അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. സ്ഥലത്തിൻ്റെ പേര് കുണക്കിട്ടുപാറ എന്നാണ്. കൊല്ലത്ത് തന്നെയുള്ള ഒരു പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലം അവിടെ ഉണ്ടെന്ന് കൊല്ലംകാർക്ക് പോലും അറിയത്തില്ല. ഈവൻ എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഈ ഇടയ്ക്ക് അനിയൻ ഇങ്ങനെ ഇതിനെപ്പറ്റി പറഞ്ഞ് അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനത് അറിയുന്നത് തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ ആ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ട്രാവൽ വ്ളോഗ് ഞാനങ്ങനെ യൂഷ്വലി ഞാനങ്ങനെ ചെയ്യാത്തതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ കണ്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു മെമ്മറിയും കൂടെ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായി എത്തും കിളിചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയും നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലത്തിന്റെ പേരെന്ന് പറയുന്നത് കുടുക്കത്ത് പാറ എന്നാണ്. കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്തിലുള്ള അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ഒരു എക്കോ ടൂറിസം പദ്ധതിയാണ് ഈ കുടുക്കത്ത് പാറ എന്നത്. കുടുക്കത്ത് പാറയ്ക്ക് ഏകദേശം 840 അടി ഉയരമുണ്ട്. 3 പാറകൾ ചേർന്ന് വലിയ കുന്നുപോലെ കാണുന്ന ഇവിടെ എത്താൻ ആനക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് കാട്ടിലൂടെ 1 കിലോമീറ്ററോളം സഞ്ചരിക്കണം. കൊല്ലം ജില്ലയിലെ അഞ്ചലിലാണ് ഈ ഒരു പാറ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം എൻ്റെ സ്ഥലത്ത് നിന്നും, അതായത് ഓച്ചിറയിൽ നിന്നും 70 കിലോമീറ്ററോളം ദൂരമുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും ഒരു 2 മണിക്കൂറത്തെ യാത്ര തന്നെയുണ്ട് അവിടെ എത്താനായിട്ട്. കേരളത്തിന്റെ 4 ജില്ലകൾ അതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുമെന്നൊക്കെയാണ് അവിടെയുള്ള ഓരോരുത്തരൊക്കെ പറയുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്നാലും നേരിട്ട് അതൊന്നും പോയി കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി നേരെ കുണക്കിട്ട് പാറ. അപ്പോൾ മച്ചാമാരെ, നമ്മൾ കുടുക്കിട്ട് പാറയിലേക്ക് നമ്മളങ്ങനെ അവസാനം എത്തിയിട്ടുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് കയറാനുള്ളിടത്തോട്ടല്ല, അതായത് കണ്ട അതാണ് കയറുന്നത്. അതിലേക്കൂടെ നമ്മൾ അങ്ങോട്ട് കയറുന്നത്. ആ സൈഡിൽ കാണുന്ന എല്ലാം ഈ സെയിം മരം തന്നെയാണ്. അപ്പോൾ മച്ചാമാരെ, നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്തു. നമ്മുടെ പാറയുടെ ഉള്ളിലോട്ടുള്ള വഴി നമുക്കായിട്ട് തുറന്ന് തന്നിരിക്കുകയാണ്. ഒരാൾക്ക് 30 രൂപ വെച്ചാണ് ഇവിടെ എൻട്രി ഫീസ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ബൈക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നടന്നു പോകാം, അതല്ല ബൈക്കും കൂടെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ബൈക്കിന് 15 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയും എക്സ്ട്രാ ബൈക്കിന് 15 രൂപ വെച്ചാണ് ഇവിടെ അവർ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടുള്ള എൻട്രി അവർ തുറന്നു തരുന്നതായിരിക്കും. പിന്നെ ഞങ്ങളിവിടെ തിരക്കിയപ്പോൾ അറിഞ്ഞത് ഏകദേശം 360-380 സ്റ്റെപ്പോളം ഉണ്ട്. നമ്മൾ ബൈക്ക് കൊണ്ട് അവിടെ വെച്ചിട്ട് വേണം ഈ 360 സ്റ്റെപ്പ് നമുക്ക് കയറി നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 360 സ്റ്റെപ്സ് നമ്മൾ ഇതിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് കയറാൻ പോവുകയാണ്.
നല്ല കാറ്റ്, ഈ ചൂടത്ത് നല്ല തണുത്ത കാറ്റടിക്കുമ്പോഴേ ഇത് കണ്ടോ നിങ്ങൾ, കാണാൻ പറ്റുന്നുണ്ടോ? അത് ഇതിനകത്തൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞെടുത്ത് ചാടാൻ തോന്നി. അയ്യോ, അത് കണ്ടോ? എൻ്റെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമ്മൾ 80 കിലോമീറ്റർ യാത്ര ചെയ്ത് അവസാനം കുടുക്കട്ടുപാറയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതലൊന്നും പറയല്ല, 30 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി ഫീസ് കിട്ടും. 30 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ വരാം. 280 ഏകദേശം 300-നോളം അടുപ്പിച്ച് സ്റ്റെപ്പുണ്ട്. അത്രയും സ്റ്റെപ്പ് കയറി നിങ്ങളിവിടെ വരണം. ഇവിടെ വന്ന് കഴിവതും ഉച്ച സമയത്ത് ഇവിടെ എത്തുന്ന രീതി വരാതിരിക്കണം. കാരണം നല്ല വെയിലാണ്, നല്ല വെയിലുണ്ട്. ഇവിടെ ഇങ്ങനെ ഞാനിപ്പോൾ ഇരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും ഉച്ചയ്ക്കൊക്കെ വന്നാൽ. അപ്പോൾ ഒരു ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ എവിടെ നിന്ന് നിങ്ങളുള്ള വൈകിട്ട് അല്ലെങ്കിൽ ഒരു രാവിലെയൊക്കെ മാക്സിമം വരാൻ നോക്കുവാണെങ്കിൽ നല്ലപോലെ നിങ്ങൾക്ക് കുറച്ച് നേരം സമാധാനമായിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഒരു പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പാടുപെട്ട് ഇവിടെ വന്നെന്നുണ്ടെങ്കിലും അതിൽ നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു വ്യൂ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ളവർക്ക് കൂടുതലും അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനാണെങ്കിലും കാണാനാണെങ്കിലും കേരളത്തിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാൻ. മാക്സിമം അതൊക്കെ നിങ്ങൾക്കുള്ള ടൈമിൽ എക്സ്പ്ലോർ ചെയ്യുക. നിങ്ങൾക്ക് അതിന് ടൈം ഉണ്ടെങ്കിൽ എക്സ്പ്ലോർ ചെയ്യുക, ഹാപ്പി ആവുക, പോവുക, അത്രയും കാര്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടിപൊളിയാണ്. എല്ലാവരും സമയമുള്ളപ്പോൾ വരിക, സ്പെൻഡ് ചെയ്യുക, ഹാപ്പിയായി പോവുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്ത തവണ കാണാം. ആൻഡ് ദിസ് ഈസ് മീ ഓച്ചർക്കാരൻ സൈനിങ് ഓഫ്. ബൈ.